ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. ഇന്ന് റബീഉൽ അവ്വൽ 1 മാസപ്പിറവി കണ്ടു. അൽഹംദുലില്ലാ. നമ്മുടെ നാട് നബിദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിനങ്ങളിലാണ്. ഞാനും എൻ്റെ കെട്ടിയോളും ഇബൂസും കൂടി ആ ഒരു മനോഹരമായ കാഴ്ച ഞങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ ഒരു വർഷം മാത്രമല്ല കേട്ടോ, എൻ്റെ നാട്ടിലെ എല്ലാ വർഷവും ഇതേപോലെ നബിദിനം ആഘോഷിക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിലും നബിദിനം നല്ല രീതിയിൽ ഇതേപോലെ ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ നാട്ടിൽ നബിദിനം ആഘോഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല. അൽഹംദുലില്ലാ, ഈ ഒരു വർഷം എൻ്റെ കുടുംബത്തോടൊപ്പവും എൻ്റെ നാടിനൊപ്പവും നബിദിനം ആഘോഷിക്കാൻ അവസരം തന്നതിന് അള്ളാഹുവിന് സ്തുതി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നീ നൽകണേ. വർഷത്തിൽ ഞങ്ങൾക്ക് 2-3 ആഘോഷങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബിദിനം. തമാശക്ക് പോലും കള്ളം പറയാത്ത എൻ്റെ ഹബീബ്, അല്ല ഞങ്ങളുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം. അനാഥരുടെ മുന്നിൽ വച്ച് സ്വന്തം മക്കളെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച ഹബീബിന്റെ ദിനം. ഹലോ, അസ്സലാമു അലൈക്കും. ഇതേതാ ടീം? താളത്തവള്ളി മഹല്. റബീഉൽ അവ്വലിന്റെ 1ാമത്തെ രാത്രി എൻ്റെ നാട്ടിലെ ഈ യുവാക്കള്, ഇതാണ് താളത്തവള്ളിയിലെ മക്കള്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസത്താണ് ഇന്ന് മാസപ്പിറവി കണ്ടത്. അൽഹംദുലില്ലാ, അതിന്റെ തിരക്കിലാണ് എല്ലാവരും. നല്ല തിരക്കേറിയ പണിയിലാണ്. നാളെ രാത്രിയായിരുന്നു, അതായത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഞങ്ങൾക്ക് മാസപ്പിറവി നോക്കേണ്ടത്. പക്ഷെ അത് തിങ്കളാഴ്ച രാത്രി മാസപ്പിറവി കണ്ടതുകൊണ്ട് എല്ലാവരും തിരക്കേറിയ പണിയിലാണ്. ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച റോഡുകൾ കാണാൻ ഇതേപോലെ കെട്ടിയോളയും കൂട്ടി വരുന്ന ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്റെ നാട്ടിലെ മറ്റൊരു ടീമാണ്. നേരത്തെ പറഞ്ഞിരുന്നു, പ്രതീക്ഷിക്കാത്ത ദിവസമാണ് നമുക്ക് മാസപ്പിറവി കണ്ടത്. നോർത്ത് ഹണ്ടേഴ്സ് NH എന്ന് പറയുന്ന ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരുപാട് മക്കൾ അവരെ പണികൾ മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. കാരണം ഹബീബിനോടുള്ള മുഹബത്ത് അത് നമുക്ക് എങ്ങനെ കാണിക്കണം എന്ന് നമുക്കറിയില്ല. ആ ഒരു രീതിയിലുള്ള കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. പറഞ്ഞാൽ തീരാത്ത എൻ്റെ ഹബീബിന്റെ രാത്രികൾ മനോഹരമാക്കുന്നത് ഇതുപോലുള്ള യുവാക്കളാണ്. ഇന്ത്യൻ ആർമിയിലാണ് നമ്മുടെ ഈ ഒരു കൂട്ടുകാരൻ. പക്ഷേ റസൂലുള്ളാഹിനോടുള്ള മുഹബത്ത് കാരണം ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ഇതാണ് ചെക്കൻ്റെ പണി. അൽഹംദുലില്ലാ, എല്ലാം ഹെയറിലാക്കട്ടെ പഠിച്ചോന്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മാത്രമല്ല ഞങ്ങൾക്ക് ഹബീബിനോടുള്ള പ്രണയം അത് തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് റബീഉൽ അവ്വൽ. സഹോദര മതത്തിൽപ്പെട്ട വ്യക്തികൾ പോലും എൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന മാസങ്ങളാണ് ഞങ്ങളിലേക്ക് കടന്നു വന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ നമ്മൾപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച ഹബീബ്. നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വരെ എഴുതി വച്ചു പ്രവാചകൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. ഫ്രഞ്ച് സാഹിത്യകാരനായ ഗുസ്താവ് ഫ്ലോബേർട്ടും സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും എൻ്റെ പ്രവാചകനെക്കുറിച്ച് എഴുതി. നബിദിനത്തിൻ്റെ മനോഹരമായ ദിവസങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.